മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ജെറമിയ 15:20 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 15:20. നിന്നെ രക്ഷിക്കാനും മോചിക്കാനുമായി ദൈവം നിന്നോടുകൂടിയുണ്ട്. ഇടയനോടൊപ്പം ആടുകൾ താഴ്വാരത്തിൽ മേയുന്നത് കുറുക്കൻ കണ്ടു. കൊഴുത്തിരുണ്ട ആ ആടുകളെ കണ്ടപ്പോൾ അവന്റെ വായിൽ വെള്ളമൂറി. കഴിഞ്ഞ ദിവസമാണ് അതിലൊന്നിനെ ശാപ്പിട്ടത്. പിന്നെ കൊതി മാറാതിരിക്കുന്നത് എങ്ങനെ? കുറുക്കൻ ഒന്നിനെ തട്ടിയെടുക്കാനുള്ള മാർഗം ആലോചിച്ച് കുന്നിൻ മുകളിൽ ഏറെ നേരം നിന്നു. തന്റെ മാളത്തിനു മുന്നിൽ ഉണങ്ങാനിട്ടിരുന്ന ആട്ടിൻ തോൽ കണ്ടപ്പോൾ കുറുക്കന് ബുദ്ധി ഉദിച്ചു. അവൻ ശരീരം മുഴുവൻ ആട്ടിൻ തോലിൽ പൂർണ്ണമായി പൊതിഞ്ഞു. ഇപ്പോൾ ആ കുറുക്കൻ ഒരാടിനെ പോലെ തന്നെ ഇരിക്കുന്നു. അവൻ സാവധാനം നിരങ്ങി ആടുകൾ കൂടി നിന്ന ഭാഗത്തേക്ക് പോയി. പുല്ല് തിന്നുന്നത് പോലെ ഭാവിച്ചു. സായാഹ്നമായതുകൊണ്ടാവാം ഇടയൻ ആടുകളെയും കൂട്ടി തന്റെ ആലയിലേക്ക് യാത്രയായി. ആ കൂട്ടത്തിൽ വേഷം മാറിയ കുറുക്കനുമുണ്ടായിരുന്നു. ആലയിൽ വന്ന ഇടയൻ അത്താഴത്തിനുള്ള ഒരുക്കം കൂട്ടി. കൊടുത്ത ഒരാടിനെ കൊല്ലാൻ അയാൾ നിശ്ചയിച്ചു. അങ്ങനെ ഒരാടിനെ കൊണ്ടുവന്ന് തലയെ അറുത്തു. പാവം, വേഷം മാറിയ കുറുക്കച്ചാരായിരുന്നു അത്. ഗുരു നാനാക്ക് പറയുന്നുണ്ട്, വയറ് നിറയ്ക്കാൻ മാത്രമുള്ള പ്രയത്നവും ജീവിതവും ശബ്ദമെന്നല്ലാതെ എന്ത് വിശേഷിപ്പിക്കാൻ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ നമുക്കൊരിക്കലും നല്ലതല്ല. നമ്മളെ രക്ഷിക്കാനും മോചിക്കുവാനും ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന ആഴമായ വിശ്വാസം എന്നെ നയിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.